ദീർഘകാലത്തെ കോഴിക്കോട് ജനതയുടെ ആവശ്യമായിരുന്നു പാവങ്ങാട് റെയിൽവേ ഓവർബ്രിഡ്ജ്. പാവങ്ങാട് റെയിൽവേ ഓവർബ്രിഡ്ജിൻ്റെ പ്രവൃത്തി ആരംഭിക്കുന്നതിന് സംസ്ഥാന സർക്കാർ ഫണ്ട് അനുവദിച്ചെങ്കിലും ചില നിയമ തടസ്സങ്ങളും മറ്റു പ്രശ്നങ്ങളും വന്നു. അവയൊക്കെ പരിഹരിച്ചുകൊണ്ട് പാവങ്ങാട് ROBയുടെ പ്രവൃത്തി ഉദ്ഘാടനം ഇന്ന് നടന്നു കഴിഞ്ഞു. ഒരു വർഷത്തിനുള്ളിൽ പാവങ്ങാട് റെയിൽവേ ഓവർബ്രിഡ്ജ് യാഥാർത്ഥ്യമാക്കാനാകും. അവിടുത്തെ ബഹുമാനപ്പെട്ട MLA ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ്റെ ഒരു കഠിന ശ്രമം പൊതുമരാമത്ത് വകുപ്പിനോട് ചേർന്ന് നിന്നുകൊണ്ട് അതിലുണ്ടായിട്ടുണ്ട്. എല്ലാവരും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒന്നിച്ചു നിന്നുകൊണ്ടാണ് ഈ പ്രവൃത്തി ഇപ്പോൾ ആരംഭിക്കാനും അത് യാഥാർത്ഥ്യമാക്കാനും ഇടപെടുന്നത്. അതുപോലെ കോഴിക്കോടിൻ്റെ മറ്റ് വികസനം, പശ്ചാത്തല വികസന മേഖലയിലെ 12 കണ്ണായ ഇടങ്ങളിലെ റോഡുകൾ നവീകരിക്കപ്പെടാൻ ഫണ്ട് അനുവദിച്ചു. മാനാഞ്ചിറ മുതൽ മലാപ്പറമ്പ് വരെയുള്ള റോഡിൻ്റെ പ്രവൃത്തി നിങ്ങൾ കാണുന്നുണ്ട്, വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഉടനെ പൂർത്തീകരിക്കാനാകും. ചെറുവണ്ണൂർ മേൽപ്പാലം അതിൻ്റെ പ്രവൃത്തി ഏറെക്കുറെ പൂർത്തീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പശ്ചാത്തല വികസന മേഖലയിൽ 5 വർഷം കൊണ്ട് സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും LDF സർക്കാർ പൊതുവെ നടത്തിയിട്ടുണ്ട്. അത് ജനങ്ങൾ വിലയിരുത്തേണ്ട കാര്യങ്ങളാണ്. ജനങ്ങൾ സ്വന്തം ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെയാണല്ലോ വികസനത്തെ പൊതുവെ കാണുന്നത്. അത് ജനങ്ങൾ പൊതുവെ വിലയിരുത്തേണ്ട കാര്യങ്ങളാണ്. കേരളത്തിലെ എല്ലാ ഇടങ്ങളിലും നല്ല നിലയിലുള്ള വികസന പ്രവർത്തനമാണ് പൊതുവെ നടന്നിട്ടുള്ളത്. വികസന പ്രവർത്തനത്തെ നമ്മൾ പൊതുവെ പ്രചരിപ്പിക്കുമ്പോൾ അത് ഓരോ മനുഷ്യനും സ്വന്തം ജീവിതത്തിലെ അനുഭവത്തിലൂടെ അതിൻ്റെ പ്രചാരകരായി മാറുന്നതാണ് അനുഭവങ്ങളിലൂടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അത് പറയേണ്ട ആർക്ക് വേണമെങ്കിലും പറയാം. ജനാധിപത്യത്തിൽ ആർക്കും എന്തും പറയാനുള്ള അവകാശമുണ്ട്. എന്നാൽ അത് ശരിയാണോ തെറ്റാണോ, അങ്ങനെ പറയേണ്ട രീതി ശരിയാണോ, രീതി ശരിയല്ലേ എന്നൊക്കെ ചിന്തിക്കാനും നിശ്ചയിക്കാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. അല്ല, അത് വരട്ടെ, വരുമ്പോൾ നമുക്ക് നോക്കാം.